റജി കുമാർ, മെട്രോ വാർത്ത എന്ന പത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ. എൻ്റെ ദീർഘകാല സുഹൃത്ത്. എത്ര വർഷമായി കാണും നമ്മൾ തമ്മിൽ അടുപ്പമായിട്ട്? 25 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടോ? 25 കാൽ നൂറ്റാണ്ട് എഴുതാം. ഞാൻ ഇത് പ്രത്യേകം ഈ ചർച്ചയിൽ റജിയെ കൊണ്ടുവരണം എന്ന് വാശി പിടിച്ചത് റജിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാരണമാണ്. റജി ഒരു പക്ഷേ അറിഞ്ഞു കാണുന്നില്ല, അത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. കാരണം മലയാളത്തിലെ MP-മാരാരും തന്നെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒന്നോ രണ്ടോ പേരുണ്ടാവാം, എക്സെപ്ഷൻ, ബട്ട് ജനറലി ഇംഗ്ലീഷിലും പ്രസംഗിക്കാറില്ല, ഹിന്ദിയിലും പ്രസംഗിക്കാറില്ല. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ചീറ്റിപ്പോകുന്ന ആൾക്കാരായിട്ട് കാണപ്പെടുന്നു. അത് മലയാളികൾക്ക് തന്നെ ഒരു ക്ഷീണമായിട്ട്, എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഭാഷ പെട്ടെന്ന് പഠിക്കുന്നവനാണ് മലയാളി. ബട്ട് ഇവർക്ക് ഇത് കാണുന്നില്ല. ബംഗാളി ഇവിടെ ഒന്ന് പൊറോട്ട അടിക്കുന്ന ബംഗാളി പോലും 5 ദിവസം കൊണ്ട് മലയാളം പഠിക്കുന്നു എന്നൊക്കെയാണ് റജി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നത്. അതങ്ങനെ ചെയ്യാൻ കാര്യം എന്താണ്? വാസ്തവമാണോ അത്? വാസ്തവമാണ്. എനിക്ക് മലയാളികളെ 1992 മുതൽ ഇന്ത്യക്ക് പുറത്ത് മുതൽ പരിചയമുണ്ട്. ഞാൻ ഒമാനിൽ മസ്കറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷമാണ് ഞാൻ 96 മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. മാധ്യമപ്രവർത്തന രംഗത്ത് വന്നതിന് ശേഷം 98 വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ജന്മഭൂമിയുടെ ഡൽഹി ലേഖനായിട്ട് പോയി ഡൽഹിയിൽ 3-4 വർഷം പ്രവർത്തിച്ചിരുന്നു. മെട്രോ വാർത്തയിൽ നിന്ന് കഴിഞ്ഞ 2015, 16, 17 കാലഘട്ടത്തിൽ ഞാൻ ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ ഒമാനിലുള്ള പരിചയം, ഡൽഹിയിലുള്ള പരിചയം, രാജ്യത്ത് ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, അവിടുത്തെ പരിചയം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മുടെ MP-മാരിൽ 5 വർഷമായവരുണ്ട്, 10 വർഷമായവരുണ്ട്, 15 വർഷമായവരുണ്ട്, 20 വർഷമായവരുണ്ട്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷൊക്കെ 8ാമത്തെ പ്രാവശ്യമാണ് MP. പാർലമെൻറ്റിൽ അദ്ദേഹം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ 10 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു പ്രസംഗം നടത്തിയതായിട്ട്, തെറ്റില്ലാത്ത ഹിന്ദിയിലും തെറ്റില്ലാത്ത ഇംഗ്ലീഷിലും പ്രസംഗിച്ചതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. 98 ഇത് തന്നെയായിരുന്നു സ്ഥിതി. അന്നത്തെ MP-മാരുടെയും കഥ ഇതൊക്കെ തന്നെയായിരുന്നു. ഒരു ശശി തരൂരോ, ഒരു ജോൺ ബ്രിട്ടാസോ, ഒരു സുരേഷ് ഗോപിയോ, ഒരു E.T. മുഹമ്മദ് ബഷീർ വേണമെങ്കിൽ അതും പറയാം, E.T. മുഹമ്മദ് ബഷീർ, ഇവരെയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഡൽഹിയിൽ പോയി താമസിക്കുമ്പോൾ ഈ ഭാഷ പഠിക്കാൻ കഴിയാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഗൾഫിൽ ജോലിക്ക് പോകുന്ന മലയാളികൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ അറബി പഠിക്കും മിക്കവാറും ആൾക്കാർ. പൊതുവെ മലയാളിക്കൊരു ശീലം, കൂട്ടത്തിൽ മലയാളിയെ തന്നെ താമസിപ്പിക്കുക, മലയാളികളുള്ളിടത്ത് തന്നെ താമസിക്കുക, അവരോടൊപ്പം തന്നെ ജീവിക്കുക എന്ന് പറയുന്നൊരു ശൈലി ഉള്ളതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഈ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. അതേസമയം പാകിസ്ഥാനികളുടെ കൂടെ, ബലൂച്ചികളുടെ കൂടെ ഒക്കെ താമസിക്കുന്ന, ഗൾഫിൽ താമസിക്കുന്ന മലയാളികൾ അതിവേഗം ആ ഭാഷ, അവരുടെ ഹിന്ദി പഠിക്കാറുണ്ട്, അറബിയും പഠിക്കാറുണ്ട്. നമ്മുടെ MP-മാർക്ക് എന്തുകൊണ്ടാണ് 5 വർഷത്തിനിടയിൽ ഒരു ഹിന്ദിയോ ഇംഗ്ലീഷോ പഠിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ഈ MP-മാരുടെ ലോക്സഭയിലും രാജ്യസഭയിലുള്ള വിസിബിലിറ്റി ഉണ്ടല്ലോ, അവർ TV-യിൽ വരുന്ന ആ സമയം എന്ന് പറയുന്നത് ഈ ശൂന്യവേള, 0 അവർ, ആ സമയത്ത് ബഹളം വയ്ക്കുക, അങ്ങനെയൊക്കെ MP-മാർ ഷൈൻ ചെയ്യാൻ നോക്കും. ഇത് കഴിഞ്ഞിട്ട് ബില്ലിൻ്റെ ചർച്ചയൊക്കെ വരുമ്പോഴാണ്, അപ്പോൾ ആളൊക്കെ വളരെ കുറവായിരിക്കും. കേരള നിയമസഭയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ബില്ലിൻ്റെ ചർച്ച എന്ന് പറയുമ്പോൾ ഏറിയാൽ ഒരു 15 പേരുണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞു. ഈ പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്, ആ പ്രകടനത്തോടെ അവരുടെ കഴിഞ്ഞു. ഇതുപോലെ ഈ കേരള MP-മാർക്കും സംഭവിക്കുന്നുണ്ടോ? ഈ ബഹളത്തിൽ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അത് കഴിഞ്ഞ് ബില്ലിൻ്റെ ചർച്ചയിൽ ഗൗരവമായിട്ട് അവർ പങ്കെടുക്കുന്നതോ അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മളറിയാതെ അവരെ കുറ്റം പറയാൻ പാടില്ല. ഇല്ല, നമുക്ക് അങ്ങനെയും കണ്ടിട്ടില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇവരുടെ ചർച്ച സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണണമല്ലോ. ഇവരെന്തെങ്കിലും അവിടെ കാര്യഗൗരവമായ വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ട് ഇവർ പൊതുവേ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ലെറ്റർ എഴുതി മന്ത്രിമാരുടെ കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോപ്പർ നടപടിക്രമത്തിലൂടെ അവർക്ക് മറുപടി കിട്ടുമായിരിക്കും. പക്ഷേ ഇവരവിടെ സംസാരിച്ച് നമ്മൾ കേൾക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം. ഇവർ നാവനയ്ക്ക് പാർലമെൻറ്റിൽ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടേയില്ല. ഡൽഹിയിൽ കേരള ഹൗസിലിരുന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ കേരളത്തിന് പുറത്തുള്ള മാധ്യമപ്രവർത്തകരും വന്നിരിക്കാറുണ്ട്. ഇവർ ഇംഗ്ലീഷിൽ അവരോട് സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ANI പോലെയുള്ള നാഷണൽ ചാനലുകൾ വന്ന് മൈക്ക് നീട്ടിയാലും പൊതുവെ ഇവർ ഒഴിഞ്ഞു മാറി പോകുന്നതായിട്ടാണ് നമ്മൾ മിക്ക MP-മാരെയും കുറിച്ചും കണ്ടിട്ടുള്ളത്.
എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ എം പിമാർക്ക് ഡൽഹിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ഈ ഭാഷാ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കും, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ദാസേട്ടൻ എനിക്ക് തോന്നുന്നു ഡൽഹിയുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഇവർക്ക് ഒരു സം സോർട്ട് ഓഫ് ഇൻഫീരിയോറിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക്. ഡൽഹിയിൽ പോകുമ്പോൾ കേരളം അവരുടെ തട്ടമാണ്, 10-15 പേര് എപ്പോഴും അവരെ അനുഗമിച്ച് കൂടെ ഉണ്ടാകുന്നത്. ഡൽഹി പോയി കഴിയുമ്പോൾ യു ആർ എലോൺ. ഡൽഹിയിൽ ഇവർ TN പ്രതാപൻ ആരാ, കുടിക്കുന്നത് സുരേഷ് ആരാ, ഇവരൊക്കെ വെറുതെ റോഡിൽ ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യാതെ ഇവരൊക്കെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഈ കരക്കിട്ട മീനിനെ പോലെ അനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇവർ കേരള ഹൗസിൽ താമസിക്കും. അവിടെ തന്നെ കഞ്ഞി പപ്പടം ഒക്കെ ആയിട്ട് കേരള അന്തരീക്ഷം, കേരള ഫുഡ്, കേരള പത്രപ്രവർത്തകർ, അതിനപ്പുറത്തേക്ക് ഒരു റീച്ചില്ല. ഇപ്പോൾ ഒരു MP എന്നുള്ളതിനേക്ക് കേരളത്തിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ഈ സോ കോൾഡ് നാഷണൽ മീഡിയ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവരാരും തന്നെ പങ്കെടുത്ത് ഞാൻ കണ്ടിട്ടില്ല, ഫോണിൽ പോലും. അതും ഈ ഭാഷയുടെ കുഴപ്പം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവർ പറയണ്ടേ? അല്ല, ഈ നാഷണൽ മീഡിയയിലെ ചർച്ചകളിൽ പോലും പലപ്പോഴും വിളിക്കുന്നത് ഈ MP മാരല്ലാത്ത കേരളത്തിൽ നിന്ന് നമ്മൾ പറയുന്ന സാമൂഹ്യ നിരീക്ഷകർ, രാഹുൽ ഈശ്വർ, ശ്രീജിത്ത് പണിക്കർ, ഇതുപോലെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ പലപ്പോഴും ടൈംസിനെ വെച്ച് നോക്കുമ്പോഴോ നാഷണൽ മീഡിയ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കേരളത്തിലെ MP മാരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരായിരിക്കണമല്ലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഷയം നാഷണൽ മീഡിയയിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ടത്. ഈ ഭാഷാ പ്രശ്നം തന്നെ അവരെ വല്ലാതെ കുഴക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ കഴിയാതെ പോയതിൻ്റെ ഒരു തമാശ നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടത്. ഇവിടുത്തെ പഠന സമ്പ്രദായത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? കാരണം തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന 90 കാലഘട്ടത്തിൽ അവിടുത്തെ +2, +1, +2 പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നല്ല മനോഹരമായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. കേരളത്തിലെ 10ാം ക്ലാസ് 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് അത് സാധിക്കാറുണ്ടോ? എനിക്കറിയില്ല. ഇവിടുത്തെ ഒരു BA ഇംഗ്ലീഷുകാരി അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ, MA ഇംഗ്ലീഷുകാരൻ, MA ഇംഗ്ലീഷുകാരി ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർക്ക് അറിയോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് ആലോചിക്കേണ്ടത് വളരെ കുറവാണ്, എണ്ണത്തിൽ വളരെ കുറവാണ്. ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറവാണ്. ആ ഒരു സ്കില്ല്, ഒരു ലാംഗ്വേജ് സ്കില്ല് വേണ്ടതാണെന്നൊരു ചിന്ത മലയാളികൾക്ക് പൊതുവേ ഇല്ല. ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഹിന്ദിക്കാരനോട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അയാൾക്ക് മനസ്സിലാവും, കാര്യമൊക്കെ ശരി, നിങ്ങൾക്ക് ചർച്ചയും ചെയ്യാം. അതേസമയം നിങ്ങൾ ഹിന്ദിയിൽ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ കംഫർട്ടബിളാണ്, കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എളുപ്പമാകും. ഈ ഒരു നയം മലയാളിക്കില്ല, അങ്ങനെ വേണമെന്നുള്ള തോന്നലുമില്ല. ഭാഷയിലൂടെ ഒരു മനുഷ്യനെ കംഫർട്ടബിളാക്കാൻ പറ്റും. നിങ്ങളോട് സംസാരിക്കാൻ അയാൾക്കൊരു താല്പര്യം ഉണ്ടാകും, കേൾക്കാൻ താല്പര്യം ഉണ്ടാകും, അയാളുടെ ഭാഷ നിങ്ങൾക്കറിയാം. അതേസമയം മറ്റുള്ളവരിത് ശ്രമിക്കാറുണ്ട്. എന്നോട് മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ധാരാളം ഹിന്ദിക്കാരുണ്ട്. അവർ പരാജയപ്പെടും, ഒരുപാട് തെറ്റൊക്കെ വരും, പക്ഷേ അവരതിന് ശ്രമിക്കും. മോഹൻദാസ് മലയാളിയാണ്, ലെറ്റ് സ്പീക്ക് ഇൻ മലയാളം, ദേഖെങ്കെ യാർ ക്യാ ഹോത്താ ഹൈ. അപ്പം ഞാനും പ്രോത്സാഹിപ്പിക്കും, നമ്മൾ രണ്ടുപേരും ഇവിടുത്തെ തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ, അതുകൊണ്ട് എന്താ ഞാനെന്താ ശുദ്ധ മലയാളം സംസാരിക്കുന്നതിനോ ഒന്നുമല്ല, നമുക്ക് എത്രയോ വ്യാകരണം തെറ്റുമൊക്കെ നമ്മുടെ ഭാഷയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കതൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ബേസിക്കലി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കയ്യിൽ കിട്ടിയ മോഹൻദാസിനെ കംഫർട്ടബിൾ ആക്കുക. ചായ പിയോ, സമോസ ഖാവോ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ മലയാളത്തിൽ അയാൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കൺസിഡറേഷൻ തോന്നും. അയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം, അയാൾ നമ്മളെ വിളിപ്പിച്ചതല്ലേ, ഇങ്ങനെയൊക്കെ തോന്നും. ഈ ഒരു കാര്യത്തിന് ഭാഷ ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത പോലും മലയാളിക്കില്ല. അല്ല, പൊതുവെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഹിന്ദി പഠിച്ചിട്ട് എന്താ കാര്യം, ഹിന്ദിയുടെ ആവശ്യം എന്താണ്, ഹിന്ദിയൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന രീതിയിൽ, അത് അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു കോംപ്ലക്സ് അതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യത്തിന് 100%. കാരണം അത് അറിയാത്തത് കൊണ്ട് എനിക്കിത് വേണ്ട, നമുക്ക് ആർക്കും ഇത് വേണ്ട, നിനക്കും ഇത് വേണ്ട എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് അവർ ചർച്ച, ഈ ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന കട്ടിങ് സൗത്ത് പോലെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ ഒറ്റപ്പെട്ടു പോകുന്നുള്ള. ഇപ്പോൾ ഹിന്ദി നോക്ക്, ഹിന്ദിയോട് നമുക്കൊരു പുച്ഛമാണ്, ഗോസായി അവൻ ഇവനൊക്കെ. ഈ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് 4ാമത് ഏറ്റവും അധികം പേര് സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. 4th പ്ലേസ് ഹിന്ദിക്കാണ്. ആ ലാംഗ്വേജിനെയാണ് ഇവർ പോടാവുന്നത്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നീ ഒറ്റപ്പെടുന്നതല്ലാതെ അവനൊരു ചുക്കും വരാൻ പോകുന്നില്ല. കാരണം അവൻ 4ാം സ്ഥാനത്ത് നിൽക്കുക. മലയാളത്തിന് എത്രാം സ്ഥാനമുണ്ട് ഭൂമിയിൽ?
അല്ല ശരി, ഈ ബാംഗ്ലൂർ പറയുന്ന മലയാളം നേരെ അറിയാമോ? അതും അറിയില്ല. അതും അറിയാം. ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഉള്ള ഓട്ടോറിക്ഷക്കാർ വരെ നല്ല മനോഹരമായ രീതിയിൽ ഹിന്ദി സംസാരിക്കാറുണ്ട്. നമ്മൾ സൗത്ത് എന്ന് പറയുമ്പം സൗത്തിനെ മാറ്റി നിർത്തുക, ഇവിടെ ഹിന്ദി ആവശ്യമില്ല എന്ന് പറയുമ്പം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളായ ഹൈദരാബാദിലും ഈവൻ ചെന്നൈയിലും ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട്. അവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെ മറ്റുള്ളവരെ ഹിന്ദി സംസാരിച്ചിട്ടാണ് അവരെ ടൂറിസം പോലെയുള്ള രംഗത്ത് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം. ഇവിടെ ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല, മലയാളം അറിയാമെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എന്താണ് എന്നിട്ട് എന്നോടൊരാൾ പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ അക്ഷരമാല മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അങ്ങേര് ഗ്രേറ്റ് ആയില്ലേ? ഞാൻ പറഞ്ഞു, ഭാഷ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഗ്രേറ്റ് ആയതല്ല ബഷീർ, ഭാഷ അറിയാവുന്നതുകൊണ്ടും അത് പ്രയോഗിക്കാൻ അറിയാവുന്നതുകൊണ്ടും വലിയ എഴുത്തുകാരനായി. ബഷീറിന് പറയാം, എനിക്ക് മലയാളത്തിലെ അക്ഷരമാല മുഴുവൻ അറിഞ്ഞുകൂടാ, 51 അക്ഷരങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാം. ഹി ക്യാൻ അഫോർഡ് ടു സേ ദാറ്റ്. യു ആൻഡ് മീ, നമ്മൾ ഓർഡിനറി ആൾക്കാരാണ്, എനിക്കിത് വേണ്ട, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ ആവുക. അക്ഷരമാല അറിഞ്ഞുകൂടാത്തവരെല്ലാം വൈക്കം മുഹമ്മദ് ബഷീർ ആയിട്ടില്ല. ബഷീർ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പൊട്ടന്മാരായിട്ട് തുടരുകയാണ് ജീവിതത്തിൽ. അല്ലെങ്കിൽ കേരളത്തിലെ MP-മാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും പേരിൻ്റെ തൊട്ട് മുമ്പ് ഒരു അഡ്വ കാണാറുണ്ട്. മിക്കവാറും ആൾക്കാരെല്ലാം ഈ പറഞ്ഞ വക്കീലന്മാരാണ്. ഈ വക്കീലന്മാരായതിനു ശേഷം രാഷ്ട്രീയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വരിക, വക്കീലാകുക, രാഷ്ട്രീയത്തിൽ വരിക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരിക, വക്കീലാകുക. ചെറുപ്പകാലം മുതലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പൊതുവെ കണ്ടുവരുന്നത്. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും എല്ലാം ചെറുപ്പക്കാരായ ഇവർ ഈ വക്കീലായി കഴിഞ്ഞാൽ ഇവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ കഷ്ടമായി. ഇത് സുപ്രീം കോടതിയിൽ പോയി നിന്ന് സംസാരിക്കാൻ പോലും യോഗ്യത നേടിയെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർക്കാണ് പാർലമെൻറ്റിൽ പോയി നിന്ന് 10 മിനിറ്റ് സംസാരിക്കാൻ ഇംഗ്ലീഷ് വഴങ്ങാതെ വരുന്നത്. അത് എന്താണ് ഇതിൻ്റെ ഒരു ചിരിക്കണോ? ഇതിൽ വേറൊരു തമാശയും കൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറാക്കിയില്ല. ഈ പ്രോടൈം സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ MP-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരു മൂകസാക്ഷിയായിട്ടിരിക്കുന്ന മനുഷ്യനാണ്. ഇത് ഇത്ര വലിയ പദവിയൊന്നുമല്ല, ഒരു പ്രിവിലേജും ഇല്ല, 10 പൈസയും കിട്ടാനില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ ബഹളം? തിരിച്ചെനിക്ക് തോന്നി, ഇപ്പോൾ മറ്റേ മെഹ്താബാണ് പ്രോടൈം സ്പീക്കർ. അങ്ങേർക്ക് പറയാമായിരുന്നു, കൊടിക്കുന്നിൽ സുരേഷിന് ഈ മിഠായി ഇത്ര മധുരിക്കുന്നതാണെങ്കിൽ എടുത്തോ സുരേഷ് എന്ന് അങ്ങേർക്കും പറയാം. അതോടെ സുരേഷിൻ്റെ ഗ്യാസ് പോകുന്നുണ്ട്. അപ്പോൾ ദളിത് വിവേചനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഈ 8 തവണ MP ആയ കൊടിക്കുന്നിലിനെ പ്രതിപക്ഷ നേതാവാക്കുമോ കോൺഗ്രസ്? സാധ്യതയുണ്ടോ? അയ്യോ, അതിനൊരു സാധ്യതയും കാണുന്നില്ലല്ലോ അല്ലേ? അങ്ങനെ ആക്കാൻ പറ്റുമോ? പ്രതിപക്ഷ നേതൃസ്ഥാനമൊക്കെ അങ്ങനെ കൊടുക്കുന്നിൽ സുരേഷിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നല്ലോ. 8 തവണ MP ഈ പ്രോടൈം സ്പീക്കർ, അതും പ്രോടൈം ആകാം. പ്രോടൈം സ്പീക്കർക്ക് മാത്രമാണ്. മറ്റേത് വന്നു കഴിയുമ്പോൾ അതിന് ബ്രാഹ്മണം വേണം, അതിന് കുടുംബ പാരമ്പര്യം വേണം, അച്ഛൻ്റെ പ്രത്യേക കുടുംബ പാരമ്പര്യം വേണം. ഇതൊക്കെ വേണമെന്നുള്ളതായിരിക്കും. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇവർ ആരും എടുക്കാതെ പോയത് എനിക്ക് തോന്നുന്നു 50 താഴെ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഏതോ ഒരു അധീർ രഞ്ജൻ ചൗധരിയെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ട് വെച്ചു. അത് ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനമല്ല. ഇത്തവണ പക്ഷേ ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനമുണ്ട്, ക്യാബിനറ്റ് റാങ്കാണ്. അതങ്ങനെ കൊടുക്കുന്ന സുരേഷിന് കൊടുക്കാൻ പറ്റുമോ? ആ പാവം ഇത്തവണ തോറ്റുപോയി കേട്ടോ. അധീർ രഞ്ജൻ ചൗധരി ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിന് വേണ്ടി തല്ലുകൊള്ളാൻ ഇറങ്ങി, ഗ്രൗണ്ടിലും അതെ ലോക്സഭയിലും അതെ. പുള്ളി ഇല്ലാത്ത ബഹളമൊക്കെ വെച്ച് ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയൊക്കെ എത്ര കഷ്ടപ്പെട്ടു ആ മനുഷ്യൻ. പക്ഷേ എന്നിട്ട് ഇപ്പോൾ PCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അതിൻ്റെ പരാജയ ധാർമ്മിക ഉത്തരവാദിത്വം ഒന്നുമില്ല. അല്പം സത്യസന്ധതയുള്ള മനുഷ്യനാണ് കേട്ടോ. സാധാരണ ഇതിൽ ഈ ധാർമ്മിക ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം മിക്കവാറും പ്രിയങ്ക ജയിച്ചിട്ട് വന്നിട്ട് അവരിലേക്ക് കൈമാറാനുള്ള ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തോടും, പുള്ളിക്ക് അങ്ങനെ അത്ര വിരക്തിയുള്ള മനുഷ്യനാണെന്നൊക്കെ അല്ലേ പറയുന്നത്. ഈ അധികാരത്തോട് ആർത്തിയില്ലാത്ത സത്യാവസ്ഥ എന്താണെന്നറിയാമോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കുള്ള മനുഷ്യനാണ്. ഓഫീസ് അത് ഒരുപാട് ജോലി ചെയ്യണം. രാവിലെ 9 മണിക്ക് ലോക്സഭ കൂടും. തമാശയ്ക്കാണെങ്കിൽ ഞാൻ ഒരാളെന്നോട് ചോദിച്ചു, ചേട്ടൻ ലോക്സഭയിലേക്ക് മത്സരിക്കണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട, കാരണം അബദ്ധവശാൽ ഞാൻ ജയിച്ചാൽ 9 മണിക്ക് അവിടെ ചെല്ലണം, ഞാൻ എണീക്കുമ്പോൾ താമസിക്കും, അതുകൊണ്ട് എനിക്ക് വേണം. ഈ 9 മണിക്ക് ഇപ്പോൾ ലോക്സഭയിൽ എത്തണം, കാര്യങ്ങൾ പഠിക്കണം. പ്രതിപക്ഷ നേതാവ് ഒരുപാട് കമ്മിറ്റികളിലെ മെമ്പറാണ്. ഈ പ്രസ്റ്റീജിയസ് പോസ്റ്റുകളുണ്ടല്ലോ, CAG, ഇലക്ഷൻ കമ്മീഷൻ, ഇതിലൊക്കെ
പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ്. 3 പേര്. അപ്പോൾ ഈ 3 പേര് ചീഫ് ജസ്റ്റിസൊക്കെ ഇരിക്കുമ്പോൾ വല്ല പൊട്ടത്തരവും വായിന്ന് വീണാലുണ്ടല്ലോ. പിന്നെ ലോകരാജ്യ തലവന്മാർ വരുമ്പോൾ പ്രധാനമന്ത്രി കണ്ടു കഴിഞ്ഞാൽ അടുത്തത് പ്രതിപക്ഷ നേതാവിനല്ലേ കാണാൻ പോവാ. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് വലിയ ഭാരിച്ച ജോലിയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് വേണ്ടെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ട് പണിയെടുക്കണം. മറ്റത് ചുമ്മാ വാചകടിച്ചാൽ തോന്നുമ്പോൾ ലോക്സഭയിൽ കയറി വരിക, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, അവിടെ ഒരു ബഹളം വയ്ക്കുക, ഇറങ്ങിപ്പോവുക. മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ പുള്ളി ഇറങ്ങിപ്പോയി കളയും. അങ്ങനെയൊക്കെ ഉണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ പുള്ളി അവിടെ ഇരിക്കാറില്ല. പുള്ളി അപ്പം തന്നെ സ്ഥലം വിട്ട് കളയും. അതിന് മറുപടി ആരെങ്കിലും പറയുന്ന അത് കേൾക്കാൻ പുള്ളി അവിടെ ഉണ്ടാവാറില്ല. ഇന്ന് വരെ ഇരുന്ന് കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഇത്തവണ ലോക്സഭയിൽ സംഭവിക്കാൻ പോകുന്നു. ലോക്സഭ ഒരു ദിവസം പോലും നടക്കാൻ അവർ സമ്മതിക്കില്ല, പ്രതിപക്ഷം സമ്മതിക്കില്ല. ലോക്സഭ ഓപ്പണിങ് തന്നെ വലിയ ബഹളം നടക്കും. JPC വെക്കണമെന്ന് പറയും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റ്, നീറ്റ് പരീക്ഷ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളത്തോട് ബഹളം. ദിവസവും ലോക്സഭ മാറ്റിവെച്ചു. അവസാനം ലോക്സഭ സൈനൈഡായി മാറ്റിവെച്ചു. ഇനി വിളിക്കുമ്പോൾ വന്നാൽ മതി. എല്ലാവരും ഹാപ്പി തിരിച്ചു പോകും. ഈ പ്രോടൈമിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രോടൈം സ്പീക്കർ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ബഹളം മുതൽ ഇന്ന് അവർ അതിൻ്റെ കമ്മിറ്റികളിൽ നിന്നെല്ലാം അവർ പാനലിൽ നിന്ന് അവരെല്ലാം ഒഴിവായി. ഞങ്ങൾ ഈ പാനലിലേ വേണ്ട, ഞങ്ങളെ കൊടിക്കുന്നിലിനെ പ്രോടൈം ആക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഈ പാനലിലേ ഇല്ല എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ സത്യപ്രതിജ്ഞ എടുക്കുന്നതും കണ്ടില്ല. കൊടിക്കുന്നിൽ സുരേഷിനെ രണ്ടാമതാണ് വിളിച്ചത്. ആദ്യം പ്രധാനമന്ത്രിയെ വിളിച്ചു, രണ്ടാമത് കൊടിക്കുന്നിൽ സുരേഷിനെ വിളിച്ചു, വന്നില്ല. മൂന്നാമതും പ്രതിപക്ഷത്തെ ആരെയാണ് വിളിച്ചത്, ഞാൻ പേര് ഓർക്കുന്നില്ല, അയാളും വന്നില്ല. നാലാമത് വീണ്ടും ഒരു ഫഗൻ സിംഗ് കുലസ്തെ, അങ്ങനെ ഒരു BJP-കാരൻ, അയാൾ വന്ന് അയാൾ ഇവരെന്താ വരാഞ്ഞെന്ന് അറിഞ്ഞു. ഇനി സത്യപ്രതിജ്ഞ തന്നെ വേണ്ടാന്ന് വെച്ച് കളയുമോ? കാരണം അത് ചട്ടത്തിലുള്ളതാണ്. പ്രോട്ടേം സ്പീക്കർ ആരെങ്കിലും ഒരാൾ മതി, അയാളല്ലെങ്കിൽ ഇയാളെന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. ബട്ട് സത്യപ്രതിജ്ഞ ബേസിക്കലി ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ്. അത് ചെയ്യാതെ ഇവർ ഒഴിഞ്ഞു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടായി ഇവർ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ബട്ട് നമ്മുടെ ഒറിജിനൽ പോയിന്റിലേക്ക് വന്നാലേ, കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനുണ്ട്. അവരുടെ തന്നെ തിയറി വെച്ചിട്ട് സീനിയർ മോസ്റ്റ് MP പ്ലസ് ദളിത് എന്നുള്ള അഡ്വാൻറ്റേജ്. ദളിത് എന്ന് പറയുമെങ്കിൽ ആൾ ക്രിസ്ത്യാനിയാണ് അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ കേസൊക്കെ നിലവിലുണ്ടായിരുന്ന കേസ്. അതിലിങ്ങനെ പുള്ളി സ്കിൻ രക്ഷപ്പെട്ട് തൽക്കാലം, അതെ വഴുതി രക്ഷപ്പെട്ടു പോയ ആളാണ് അത്. അല്ലെങ്കിൽ അത് എന്തുമായിക്കോട്ടെ, ഓക്കെ, ദളിതെങ്കിൽ ദളിത്. ഇപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളിനെ പ്രതിപക്ഷ നേതാവാക്കേണ്ടത് ആവശ്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ പ്രോട്ടൈം സ്പീക്കർ എന്ന് പറഞ്ഞ് അത് ഒരു ഒതുക്കാനുള്ള നീക്കമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കും. അത്രേ ഉള്ളൂ. പ്രോട്ടൈം സ്പീക്കർ ആയിരുന്നു എന്ന് പറയാവുന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്താണ് അതിനകത്തുണ്ടായിരുന്നത്? പ്രോട്ടൈം സ്പീക്കർ ആയി എത്ര പേര് പ്രോട്ടൈം സ്പീക്കറായിട്ട്, നമ്മുടെ പണ്ട് CPIയുടെ ഇന്ദ്രജിത് ഗുപ്ത പ്രോട്ടൈം സ്പീക്കറായിരുന്നു. പ്രോട്ടൈം സ്പീക്കർ, കാരണം പുള്ളിയാണ് ഏറ്റവും പ്രായമായി പുള്ളിയുടെ ഒരു ആത്മധൈര്യം കൊണ്ട് വടി കുത്തിയില്ലെന്നേ ഉള്ളൂ. ആ രീതിയിലായിരുന്നു പുള്ളി പ്രോട്ടൈം സ്പീക്കറായിട്ടിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ തലയ്ക്ക് കൈത്തിടുക, ഇങ്ങനെ 500 എണ്ണയില്ല, 540. അത് ഇദ്ദേഹത്തിന് എണീറ്റ് പോകാനും വയ്യ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി അവർ പറഞ്ഞോളൂ. ഇങ്ങനെയൊക്കെയാണ് ഈ പ്രോട്ടൈം സ്പീക്കർ എന്ന് പറയുന്നത്. ഇന്ന് വരെ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആരായിരുന്നു പ്രോട്ടൈം സ്പീക്കർ എന്ന് ആരും അന്വേഷിക്കാറ് പോലും ഇല്ല. ഒരു വയസ്സായ മനുഷ്യൻ അവിടെ ഇരിക്കും എന്ന് പറയും, കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് 2 ദിവസമാണ് സത്യപ്രതിജ്ഞ. 2 ദിവസത്തിൽ കൂടി ചിലപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു മേ പറയുകയും ബാക്കിയുള്ള എല്ലാവരും ഒന്നിച്ച് നിന്ന് പറയുകയും ചെയ്യാൻ അങ്ങനെ കഴിഞ്ഞു. ഇതിങ്ങനെ ബോറിംഗ് ആയിട്ട് തുടരുന്നു. എല്ലാവരും സഭയിലുണ്ടായിരുന്ന ആൾക്കാർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും കൂടി ഒരു മേം പറയുക, എന്നാൽ അവിടെ അവസാനിക്കേണ്ട സംഗതിയേ ഉള്ളൂ. ഇത് കൊളോണിയൽ സംവിധാനം ഇങ്ങനെ തുടരുന്നുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വന്ന ഈ ഹിന്ദി ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷും ഹിന്ദിയും വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവർ മലയാളത്തിൽ പ്രസംഗിച്ചാലും മതി എന്നുണ്ടാവുമോ പാർലമെൻറ്റിൽ? അതിനും മലയാളത്തിൽ പ്രസംഗിക്കാം. നിങ്ങൾക്ക് നമ്മളുടെ അംഗീകരിക്കപ്പെട്ട ഭാഷകളുണ്ടല്ലോ, ഷെഡ്യൂൾഡ് ഭാഷ, ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ലോക്സഭയിൽ പ്രസംഗിക്കാം. പക്ഷേ അതിൽ അറ്റൻഷൻ കിട്ടുമോ? രാജ്യത്തിൻ്റെ ഒരു ശ്രദ്ധ അതിലേക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മറ്റ് ഭാഷകൾ അറിയില്ല, ഞാൻ ഈ ഭാഷയിൽ പ്രസംഗിച്ചോളാൻ പറയും. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. പിന്നെ ലോക്സഭ നടപടിക്രമങ്ങളുണ്ടല്ലോ, അതിലിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിപ്പോൾ ഹിന്ദിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുക്കും. ഞാൻ ഈ ലോക്സഭ ഡിബേറ്റ്സ് ഇടയ്ക്ക് ഓരോ ആവശ്യത്തിനൊക്കെ ആയിട്ട് എടുത്ത് നോക്കാറുണ്ട്. അവർ ലോക്സഭയുടെ വെബ്സൈറ്റിലുണ്ട് ഡിബേറ്റ്. അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളുടെ കോട്ടയം MP ആയിരുന്ന സുരേഷ് കുറുപ്പ്, പിന്നെ ഇപ്പോഴത്തെ കൊല്ലം MP NK പ്രേമേന്ദ്രൻ, അവരുടെ പ്രസംഗങ്ങളൊക്കെ കിടപ്പുണ്ട്.
ബാക്കിയുള്ളവരാരുടെയും ചില ഒന്ന് രണ്ട് യെസ്, അത് കഴിയുമ്പോൾ പിന്നെ ബഹളം ഇങ്ങനെ പറഞ്ഞാണ് റെക്കോർഡ് പോകുന്നത് ലോക്സഭയിൽ. അപ്പോൾ ഇവർ സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സംസാരിക്കാൻ ശ്രമിക്കാറുമില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്ക് ഇത്രയും കാലമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ. ഡൽഹിയിൽ നേരത്തെയും നമ്മൾ പണ്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നം നമുക്കുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ശശി തരൂരുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അന്ന് VK കൃഷ്ണമേനോൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മുഖം രക്ഷിക്കുന്ന ഏർപ്പാടായിരുന്നു. ബട്ട് അന്ന് കുറച്ചുകൂടെ, ഇപ്പോൾ പനമ്പള്ളി കേന്ദ്രമന്ത്രിയായിരുന്നു, പനമ്പള്ളി വാസ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. കരുണാകരൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ഹിന്ദിയിലും ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കരുണാകരന് കഴിയുമായിരുന്നു. ഇയൊക്കെയാണ് എനിക്ക് ഹിന്ദി അത്ര വശം ഉണ്ടായില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത്രയും വർഷം ഡൽഹിയിൽ താമസിച്ചാലും അനായാസം ഹിന്ദി സംസാരിക്കാനൊന്ന് പഠിച്ചെടുക്കാൻ എന്തുകൊണ്ടാണത്, എന്താണ് അതിനകത്തൊരു വിമുഖത എന്നറിയില്ല. വീട്ടിൽ എങ്കിലും ഒരു 2 ബംഗാളികളെ ചപ്പാത്തി ഉണ്ടാക്കാൻ നിർത്തിയാലെങ്കിലും അവരോട് സംസാരിച്ച് ഹിന്ദി പഠിച്ചുകൂടെ? ഈ ഹിന്ദിയോട് എന്താണ് ഇത്ര? ഹിന്ദി മാത്രമല്ല, ഇംഗ്ലീഷും പ്രശ്നമാണ്. നമ്മുടെ MP-മാരിൽ പലരും 6 മാസം കൊണ്ട് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അത് നമ്മുടെ ഇൻഫീരിയോറിറ്റി അത് മറച്ചു വയ്ക്കാനായിട്ട് നമ്മൾ കാണിക്കുന്ന ധാർഷ്ട്യം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഗാന്ധി പ്രതിമയുടെ മുന്നിൽ വന്നിട്ട് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുക, മുദ്രാവാക്യം വിളിക്കുക, ഹോയ് ഹോയ് മോദി, മോദി ഹായ് ഹായ് മോദി എന്ന് പറയുക. അല്ല, ഇത് മാത്രം നമുക്ക് കേൾക്കാനും ഫോട്ടോ എടുക്കാനും അത്രയും മതിയെങ്കിൽ ഒരു MP-യുടെ ഉത്തരവാദിത്തം അത്രയും മതിയെങ്കിൽ. പക്ഷേ ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ നമ്മുടെ MP-മാർ വരും കാലങ്ങളിലെങ്കിലും, നമ്മുടെ ചെറുപ്പക്കാരായ MP-മാരെങ്കിലും അതൊന്ന് ശീലിക്കേണ്ടതാണ്, തീർച്ചയായിട്ടും ശീലിക്കേണ്ടതാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇപ്പോൾ ഈ പറഞ്ഞ IB ഈഡനോ ഡീൻ കുര്യാക്കോസോ ഒക്കെ എങ്കിലും അത് തുടരട്ടെ. ബ്രിട്ടാസ് തരക്കേടില്ല, കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും ഈ ഹിന്ദി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കണ്ടന്റ് പിന്നെ ഈ നല്ല സമുദായ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല അതിമനോഹരമായ രീതിയിൽ ഉറുദു ഹിന്ദിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് പ്രസംഗിക്കുന്ന. കാരണം അദ്ദേഹത്തിന് ആ ഭാഷ വശമുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ, അതുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അവിടെ. അവർ അതിമനോഹരമായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നുള്ള MP OIC അതിമനോഹരമായിട്ട് ഇംഗ്ലീഷ് ഹിന്ദി സംസാരിക്കും, ഉറുദു കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ. ഒറ്റ MP ഉള്ളൂ. പക്ഷേ അയാൾ കിടുക്കിക്കളയും. 3 മിനിറ്റ് കൊണ്ട് ഭാഷയിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഭാഷ കൊണ്ട് അയാൾ പാർലമെൻറ്റിനെ വേണമെങ്കിൽ 2 മിനിറ്റ് എടുത്തോന്ന് മോദി വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഭരണകക്ഷിയിലിരിക്കുന്നവർ പറയും, ഞങ്ങളുടെ 2 മിനിറ്റും കൂടെ താങ്കൾ എടുത്തോന്ന് പറയും. കാരണം ആ പ്രസംഗത്തിൻ്റെ ഗാംഭീര്യം വി മേ നോട്ട് എഗ്രി വിത്ത് ഹിം, അത് വേറെ കാര്യം. പക്ഷേ ദ വേ ഹി പ്രസൻസ്, അതിൻ്റെ ഫോഴ്സ്, അങ്ങയുടെ ഇറിഡേഷൻ സമ്മതിക്കണം. OICക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, മാധവി ലത. ഇത്തവണ മത്സരിച്ച് ആ മാധവി ലത എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഭയങ്കരമായ ചലനം ഹൈദരാബാദ് സിറ്റിയിൽ ഉണ്ടാക്കി. അവരുടെ ഇംഗ്ലീഷും ഹിന്ദിയും സത്യത്തിൽ നമ്മുടെ പ്രേക്ഷകരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. ഒരു ലേഡി എത്ര മനോഹരമായിട്ടാണ് അവർ ഹിന്ദിയും ഇംഗ്ലീഷും, അവരുടെ ഇംഗ്ലീഷ് ഭാഷ അതിമനോഹരമായിട്ടാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, മലയാളികൾക്ക് എന്തുകൊണ്ടാണിത്? നമ്മളാണ് ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്നതെന്ന്. നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഭാഷയാണ്. 52 അക്ഷരമുണ്ട്, 51 അക്ഷരം, 52 അക്ഷരമുണ്ട്. തമിഴിൽ ഇതിന് പകുതിയല്ലേ ഉള്ളൂ. പക്ഷേ അവിടെയുള്ളൊരു നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന MP-മാരുണ്ടല്ലോ. കഷ്ടം നമ്മുടെ കാര്യം. നമ്മളെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്നു, അവർക്കവിടെ ഒരു കാര്യം പറഞ്ഞൊപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരു കൊമേഡിയൻസ് ആയിട്ട് കേന്ദ്രമന്ത്രിമാരുടെ മുന്നിൽ ചെന്നിരുന്നാൽ പോലും കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടേ? നമുക്ക് നമ്മുടെ വിഷയങ്ങൾ അവിടെ പോയി അവരോട് സംസാരിക്കുമ്പോൾ ഒരു ദ്വിഭാഷീയ വേണമെന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് ഇവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ തുറക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ റഹീം, ആരിഫ് ഇവരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ ഇത് നിങ്ങളൊന്നും മിണ്ടാതിരുന്നത് മാനക്കേടാണ് ചേട്ടാ, ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നത്. ആരിത് അറിഞ്ഞുകൂടെങ്കിൽ ശരി, അറിഞ്ഞുകൂടാന്നുള്ള ഇത് അറിഞ്ഞുകൂടാന്നുള്ള കാര്യം പോലും അറിയാതെ സംസാരിക്കുക, എന്നിട്ട് കുഴപ്പത്തിൽ ചാടുക. ഏതായാലും ഏറ്റവും ഈ പുതുതലമുറ MP-മാരെങ്കിലും ഭാഷ പഠിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.